എങ്ങനെയാണ് നേർച്ചയാക്കേണ്ടത്? പലർക്കും നേർച്ച എന്ന് പറഞ്ഞാൽ നേർച്ച നേരാൻ അറിയുന്നില്ല. അറിയാത്തത് കൊണ്ട് പല രൂപത്തിലും നേർച്ച നേരുന്നവരും നേർച്ചയാക്കുന്നവരും നേർച്ചയാക്കിയ കാര്യങ്ങളെ ചെയ്ത് തീർക്കുന്നവരൊക്കെയുണ്ട്. എങ്ങനെയാണ് വാസ്തവത്തിൽ നേർച്ചയാക്കേണ്ടത്? ഇങ്ങനെ നേർച്ചയാക്കിയാൽ മാത്രമേ ഫലിക്കുകയുള്ളൂ. ആരാണ് നേർച്ചയാക്കേണ്ടത്? ഇത്യാദി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. നേർച്ചയാക്കേണ്ടത് പ്രായപൂർത്തിയായ ആളായിരിക്കണം. പ്രായപൂർത്തിയായിരിക്കണം എന്നുള്ളത് അതിൻ്റെ നിബന്ധനയാണ്. നേർച്ചയാക്കണമെങ്കിൽ പ്രായപൂർത്തിയാകണം. അപ്പോൾ കുട്ടികളുടെ നേർച്ച ഇസ്ലാമിക വീക്ഷണത്തിൽ സ്വഹീഹ് അല്ല, അവരുടെ നേർച്ച ശരിയല്ല. അതുപോലെ ഭ്രാന്തന്മാരുടെ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരുടെ നേർച്ചയും ശരിയല്ല, അവരുടെ നേർച്ച സ്വീകാര്യമല്ല. ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം. അപ്പോൾ അവരുടെ നേർച്ച ഒരിക്കലും ശരിയല്ല. നേർച്ച എന്ന് പറയുമ്പോൾ പലരും നോൻപ് നേർച്ചയാക്കാറുണ്ട്. അതുപോലെ പള്ളിക്ക് 10,000 രൂപ കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കാറുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ നേർച്ചയാക്കാറുണ്ട്. ഉളഹിയ്യത്ത് അല്ലെങ്കിൽ അഖീഖ ഇങ്ങനെയുള്ള സുന്നത്തായ കാര്യങ്ങളെ നേർച്ചയാക്കാറുണ്ട്. സുന്നത്തായ കാര്യങ്ങളെയാണ് നേർച്ചയാക്കേണ്ടത്. ഇബാദത്തായ കാര്യങ്ങളിൽ സുന്നത്തുകളെയാണ്. അതേസമയം ഫർളുകൾ ഓൾറെഡി അത് ഫർളാണ്. ഫർളായ നിസ്കാരത്തെ ഒരാൾ നേർച്ചയാക്കി എന്ന് പറയൽ ഇല്ല, അത് സ്വഹീഹല്ല, അങ്ങനെ നേർച്ചയാക്കാറും ഇല്ല. സുന്നത്ത് നിസ്കാരങ്ങൾ നേർച്ചയാക്കി നിർവഹിക്കാവുന്നതാണ്. റമളാനിലെ നോൻപ് അത് ഫർളായ ആരാധനയാണ്. അതുകൊണ്ട് റമളാനിൽ നോൻപ് നോക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ആ നേർച്ച സ്വഹീഹ് അല്ല. മറ്റുള്ള ദിവസങ്ങളിലുള്ള സുന്നത്ത് നോൻപുകൾ, ആ നോൻപുകളെ നോക്കാൻ വേണ്ടി നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹാകുന്നതാണ്, ശരിയാകുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നേർച്ചയാക്കേണ്ടത്? നേർച്ച എന്ന് പറയുന്നത് മൊഴിച്ചിൽ ഉണ്ടാകണം, വാക്കിലൂടെ. ഒരാൾ തിങ്കളാഴ്ച, നാളെ തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ നോമ്പ് നോക്കാൻ നേർച്ചയാക്കിയെന്ന് മനസ്സിൽ കരുതിയാൽ പറ്റുകയില്ല, മതിയാവുകയില്ല. നാവ് കൊണ്ട് പറയുക തന്നെ വേണം. മൊഴിച്ചിൽ കൊണ്ടാണ് നേർച്ച ഉണ്ടാകുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾ രോഗം മാറിയാൽ, രോഗിയായ ഒരാൾ രോഗം മാറിയാൽ ഇന്ന പള്ളിക്ക് 10,000 രൂപ കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്നൊരാൾ മനസ്സിൽ കരുതിയത് കൊണ്ട് മാത്രം അത് നേർച്ചയാവുകയില്ല. ആ കരുതലോടുകൂടി, അയാൾ മനസ്സിൽ കരുതലോടുകൂടി അത് മൊഴിച്ചിൽ നാവിലൂടെ വ്യക്തമായി പറയണം. അപ്പോഴാണ് നേർച്ചയാക്കുന്നത്. ഇനി കൊടുത്ത് വീട്ടേണ്ടത് എപ്പോഴാണ്? രോഗം മാറാൻ വേണ്ടി. രോഗം മാറിയാൽ ഞാൻ 10,000 രൂപ കൊടുക്കും എന്ന് നേർച്ചയാക്കിയാൽ രോഗം മാറിയാൽ കൊടുത്താൽ മതി. മാറിയാലാണ് നിർബന്ധമാകുന്നത്, മാറിയില്ലെങ്കിൽ നിർബന്ധമാവുകയില്ല. കുട്ടിയുടെ രോഗം മാറാൻ വേണ്ടി നാളെ നോൻപ് നോക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ രോഗം മാറിയാൽ ഉടനെ അത് വീട്ടണം, നോൻപ് നോക്കി വീട്ടണം. ആ നോമ്പ് അത് ഉടനെയായി വീട്ടലാണ് അവനിക്ക് നിർബന്ധമുള്ളത്. രോഗം മാറിയില്ലെങ്കിൽ അവിടെ ഈ നേർച്ച വീട്ടൽ നിർബന്ധമില്ല. അത് പണമായാലും ഇബാദത്തുകൾ ചെയ്യാനായാലും കർമ്മങ്ങൾ ചെയ്യുന്നതായാലും എല്ലാം നേർച്ചയാക്കുമ്പോൾ ആ നേർച്ച രോഗം മാറിയാലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ മാറിയാൽ മാത്രമേ നിർബന്ധമാവുകയുള്ളൂ. ഇല്ല, രോഗം മാറിയില്ല, ഉമ്മയുടെ രോഗം മാറാൻ വേണ്ടി രോഗം മാറിയാൽ 10,000 രൂപ പള്ളിയിലേക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഉമ്മാൻ്റെ രോഗം മാറിയില്ല, ഉമ്മ മരിച്ചു. എന്നാൽ അവനിക്ക് നിർബന്ധമില്ല കൊടുക്കൽ. അവൻ അത് കൊടുക്കാവുന്നതാണ്, സ്വതക്കയായി മറ്റുമൊക്കെ കൊടുക്കാം. നിർബന്ധമായവൻ കൊടുക്കേണ്ടതില്ല. അവനിക്കത് നിർബന്ധമാകൂല. കാരണം രോഗം മാറിയതിൻ്റെ ശേഷമാണ്, മുഴുവനായി രോഗം മാറിയതിൻ്റെ ശേഷമാണ് ഇത് കൊടുക്കേണ്ടത്. അങ്ങനെ പല രൂപത്തിലും യതീം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കാം, ദീനി സ്ഥാപനങ്ങളിലേക്ക് നേർച്ച നേരാം, രോഗം മാറാൻ വേണ്ടി, അല്ലെങ്കിൽ വാഹനം, ഒരു വീട് വെക്കണം, ആ വീടിൻ്റെ പണിയൊന്ന് പൂർത്തിയായി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു വാഹനം ലഭിക്കാൻ വേണ്ടി, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് നേർച്ച നേരാവുന്നതാണ്. നേർച്ച എന്ന് പറയുന്നത് വലിയ ഒരു ഇബാദത്തിൽപ്പെട്ടത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കൂലിയുണ്ട്. മഹാന്മാരെല്ലാവരും, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ ഫുഖഹാക്കൾ, മഹത്തുക്കൾ, അവർ സുന്നത്തായ എല്ലാ ആരാധനകളെയും അവർ നേർച്ച വെക്കുമ്പോൾ പിന്നെ അത് ഫർളായി മാറുന്നു.
ഉദാഹരണത്തിന് ഇന്ന് വിത്ർ നിസ്കരിക്കാൻ നേർച്ചയാക്കി എന്നൊരാൾ കരുതിയാൽ, അയാൾ നാവ് കൊണ്ട് പറയുകയും ചെയ്താൽ ആ വിത്ർ നിസ്കാരം അയാൾക്ക് നിർബന്ധമായി. അപ്പോൾ ആ നിസ്കാരം നിർബന്ധമായ നിസ്കാരം നിർവഹിക്കലായി. അങ്ങനെ മഹാന്മാരായ മഹത്തുക്കൾ നിസ്കാരങ്ങളെ നേർച്ചയാക്കി, സുന്നത്തുകളെ നേർച്ചയാക്കി, അതിനെ നിർബന്ധമാക്കി വീട്ടിയവരായിരുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.